ഹലോ, ഞാൻ നടക്കാൻ പോകുന്നത് BA സോഷ്യോളജിക്കാരുടെ ഓഡിറ്റ് കോഴ്സായിട്ടുള്ള ജെൻഡർ സ്റ്റഡീസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 40 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ആദ്യം ആ വീഡിയോ പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 41ാമത്തെ ക്വസ്റ്റ്യൻ. Who among the feminists referred women's studies as the academic arm of women's movement? Who among the feminists referred women's studies as the academic arm of women's movement? ആൻസർ വരുന്നത് വീണ മസുംദാർ ആണ് കേട്ടോ. വീണ മസുംദാർ. ഇതിനകത്ത് ഏത് ഫെമിനിസ്റ്റ് ആണ് റെഫർ ചെയ്യുന്നത് വുമൻസ് സ്റ്റഡീസ് ഒരു അക്കാഡമിക് ആം ഓഫ് വുമൻസ് മൂവ്മെൻ്റ് ആണെന്നുള്ളത്, അക്കാഡമിക് ആം ഓഫ് വുമൻസ് മൂവ്മെൻ്റ് ആയിട്ടുള്ളത് ഇതിനകത്ത് ഏത് ഫെമിനിസ്റ്റ് ആണ് എന്നുള്ളതാണ് റെഫർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് വീണ മസുംദാർ ആണ് കേട്ടോ. വീണ മസുംദാർ. മസുംദാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആൻസർ കാണുകയാണെങ്കിൽ ആൻസർ വരുന്നത് അതായിരിക്കും, വീണ മസുംദാർ. ഓക്കെ, 42ാമത്തെ ക്വസ്റ്റ്യൻ. What is the common focus of most of the feminist therapies occurring today? What is the common focus of most of the feminist therapies occurring today? Seeking balance in the unequal power relationship between women and men. നമ്മുടെ ഒരു കോമൺ ഫോക്കസ് വരുന്നത്, മോസ്റ്റ് ഓഫ് ദി ഫെമിനിസ്റ്റിൻ്റെയും ഒരു കോമൺ ഫോക്കസ് വരുന്നത് ഈ ഒരു സമീപകാലത്തിൽ വരുന്നത് സീക്കിംഗ് ബാലൻസ് ആണ് ഇൻ ദ അൺഈക്വൽ പവർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വുമൻ ആൻഡ് മെൻ. മെന്നിൻ്റെയും വുമൻ്റെ ഇടയിലുള്ള പവർ റിലേഷൻഷിപ്സിലുള്ള അൺഈക്വൽ ആയിട്ടുള്ളതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്, അതിനെ സീക്കിങ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സീക്കിങ് എന്നുള്ളൊരു ആൻസർ ഫസ്റ്റിൽ വരുന്നത്? സീക്കിങ് ബാലൻസ് ഇൻ ദ അൺഈക്വൽ പവർ റിലേഷൻഷിപ്പ്. അൺഈക്വൽ ആയിട്ടുള്ള പവർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആൻസർ വന്നു കഴിഞ്ഞാൽ ആ ആൻസറാണ് കൊടുക്കേണ്ടത്. ഓക്കെ, 43ാമത്തെ ക്വസ്റ്റ്യൻ. Which among the following books reveals that white heterosexual middle class women were discontented and unhappy despite living the ideal female life and named it as the problem that has no name? Which among ഇതിനകത്ത് ഏതാണ് ബുക്സ് റിവീൽ ചെയ്യുന്നത് that white heterosexual middle class women were discontented and unhappy despite living the ideal female life and named it as the feminine mystic എന്ന് പറഞ്ഞിട്ടൊരു ആൻസർ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? ഫെമിനൈൻ മിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിൽ കാണുകയാണെങ്കിൽ കൊടുക്കേണ്ടത് എന്താണ്? ഫെമിനൈൻ മിസ്റ്റിക് ആണ് കേട്ടോ. പ്രോബ്ലം ദാറ്റ് ഹാസ് നോ നെയിം, അതായത് ഇതിനകത്ത് ഏതാണ് ഫോളോയിങ് ബുക്സ് റിവീൽ ചെയ്യുന്നത്? White heterosexual middle class women were discontented and unhappy despite living the ideal female life and named it as a problem that has no name. ഓക്കെ, അങ്ങനെ ഒരു ഹെട്രോസെക്ഷൽ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഫെമിനൈൻ മിസ്റ്റിക് ആണ് കേട്ടോ. ഫെമിനൈൻ മിസ്റ്റിക്. ഓക്കെ, മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നതാണ് ഫെമിനൈൻ മിസ്റ്റേക്ക്. ഓക്കെ, 44ാമത്തെ ക്വസ്റ്റ്യൻ. Who among the feminists identified the concept of alienation as the theoretical framework to accommodate main insight of Marxist, radical, psychoanalytical and even liberal feminist thought? Who among the feminists identified the concept of alienation? അതായത് അലീനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു അരികുവൽക്കരണം എന്നൊക്കെ പറയാം. ഓക്കെ, ആസ് ദ തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് ടു അക്കമഡേറ്റ് മെയിൻ ഇൻസൈറ്റ് ഓഫ് മാർക്സിസ്റ്റ്, റാഡിക്കൽ, സൈക്കോ അനലിറ്റിക്കൽ ആൻഡ് ഈവൻ ലിബറൽ ഫെമിനിസ്റ്റ് തോട്ട്. ആൻസർ വരുന്നത് ആലിസൺ ജാഗർ ആണ്. ആലിസൺ ജാഗർ. ഓക്കെ, ആലിസൺ ജാഗർ ആണ് കേട്ടോ വരുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യനിൽ അലീനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫെമിനിസ്റ്റസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഒരു കൺസെപ്റ്റ് ഓഫ് അലീനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അക്കമഡേറ്റ് മെയിൻ ഇൻസൈറ്റ് ഓഫ് മാർക്സിസ്റ്റ് ഉണ്ട്, റാഡിക്കൽ ഉണ്ട്, സൈക്കോ അനലിറ്റിക്കൽ ഉണ്ട്, ലിബറൽ ഫെമിനിസ്റ്റ് തോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ആലിസൺ ജാഗർ. അലൈനേഷൻ്റെ ഫസ്റ്റിൽ വരുന്നതാണ് അലിസൺ. അപ്പോൾ അലി. അപ്പോൾ അത് ആലോചിച്ചാൽ മതി. ക്വസ്റ്റ്യനിൽ അലൈനേഷൻ എന്ന് കണ്ടു, ആൻസറിലുണ്ട് അലി. ഓക്കെ, അലിസൺ ജാഗർ. ഓക്കെ, ആൻസർ അതാണ് വരുന്നത്. 45ാമത്തെ ക്വസ്റ്റ്യൻ. Who among the feminists analyzed reproduction through the lens of male alienation? Who among the feminists analyzed reproduction through the lens of male alienation?
ഇതിനകത്ത് ഏത് ഫെമിനിസ്റ്റാണ് അനലൈസ് ചെയ്യുന്നത്? റീപ്രൊഡക്ഷൻ ത്രൂ ദ ലെൻസ് ഓഫ് മെയിൽ അലീനേഷൻ. ആൻസർ വരുന്നത് മേരി ഒ ബ്രീൻ ആണ് കേട്ടോ. മേരി ഒ ബ്രീൻ. ഇങ്ങനെ ഒരു ആൻസർ കണ്ടു കഴിഞ്ഞാൽ മേരി ഒ, ഒരു ഒ ഇടയിൽ വരുന്ന ഒരു ആൻസർ വരുന്നുണ്ടെങ്കിൽ ആ ആൻസർ കൊടുക്കുക കേട്ടോ. റീപ്രൊഡക്ഷൻ ത്രൂ ദ ലെൻസ് ഓഫ് മെയിൽ അലീനേഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, റീപ്രൊഡക്ഷനും അതുപോലെ ലെൻസും വന്നു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിൽ ലെൻസ് വന്നു കഴിഞ്ഞാൽ അതിന് ആൻസർ വരുന്നത് മാരി ഒ ബ്രീൻ ആണ് കേട്ടോ. മാരി ഒ ബ്രീൻ. ഓക്കെ, മാരി ഒ ബ്രീൻ. ഒരു ഒ ഉള്ള ഒരു ആൻസർ ആയിരിക്കും. ഓക്കെ, മാരി ഒ ബ്രീൻ. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ, which among the world conference addressed for the first time that the growth of women's power and sustainability of development are ecologically tied? ഇതിനകത്ത് ഏതാണ് ഒരു വേൾഡ് കോൺഫറൻസ് അഡ്രസ്സ് ചെയ്യുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം? ആദ്യത്തെ പ്രാവശ്യം. ദാറ്റ് ഗ്രോത്ത് ഓഫ് ദ വുമൻസ് പവർ ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെൻറ്റ് ആർ എക്കോളജിക്കലി ടൈഡ്. Okay, the growth of women's power and sustainability of development are ecologically tied. കൂട്ടിക്കെട്ടപ്പെട്ടതെന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ആൻസർ വരുന്നത് നൈറോബി കോൺഫറൻസ് ആണ് കേട്ടോ, 1985. ഇതിനകത്ത് ഇയർ പറയുന്നത് 1985 ആണ് കേട്ടോ. 1985 നൈറോബി കോൺഫറൻസ്. നൈറോബി എന്ന് ആലോചിക്കുക കേട്ടോ. നൈറോബി. ഏതാണ് ടൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ടൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് ഫസ്റ്റത്തെ എ ആണ്. ഓപ്ഷൻ എ നൈറോബി കോൺഫറൻസ് ആണ് കേട്ടോ. നൈറോബി എന്ന് ആലോചിക്കുക. നൈറോബി കോൺഫറൻസ്. ഓക്കെ, നൈറോബി കോൺഫറൻസ് ആണ് കേട്ടോ. നൈറോബി കോൺഫറൻസ് 1985 ആണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ, which among the following role is not considered as a measure to women's empowerment? Which among the following role is not considered as the measure to women's empowerment? ഇതിനകത്ത് ഏത് റോളാണ് കൺസിഡർ ചെയ്യാത്തത്, ഒരു മെഷർ ഓഫ് വുമൻസ് എംപവർമെൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്ത റോൾ ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് വുമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ റീപ്രൊഡക്റ്റീവ് റോൾ. വുമൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇൻ ദ റീപ്രൊഡക്റ്റീവ് റോളാണ് കേട്ടോ വരുന്നത്. വുമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ റീപ്രൊഡക്റ്റീവ് റോൾ. ഇതിനകത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് among the following role is not considered as the measure to women's empowerment? മെഷർ ഓഫ് വുമൻ എംപവർമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തതിനകത്ത് വുമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ റീപ്രൊഡക്റ്റീവ് റോളാണ് കേട്ടോ. നമ്മുടെ വുമൻസിൻ്റെ റീപ്രൊഡക്റ്റീവ് റോളിലുള്ള പാർട്ടിസിപ്പേഷനെയാണ് അതിനകത്ത് കൺസിഡർ ചെയ്യാത്തത് കേട്ടോ. ഓരോ റോളായിട്ട് വുമൻസ് എംപവർമെൻറ്റിലെ റോളായിട്ട് കൺസിഡർ ചെയ്യാത്തത് അതാണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോഗ്രാം ഫോർ ദ adolescents in India, which has a sharp focus on the adolescents' sexual health and it got introduced in 2014. The program for the adolescent in India, which has a sharp focus on the adolescent sexual health and it got introduced in 2014. ആൻസർ വരുന്നത് രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രം. ഓക്കെ, ദ പ്രോഗ്രാം ഫോർ ദ അഡോളസൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഒരു അഡോളസൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. വിച്ച് ഹാസ് എ ഷാർപ്പ് ഫോക്കസ് ഉണ്ട് ഓൺ ദ അഡോളസൻസ് സെക്ഷൽ ഹെൽത്തിൽ ഒരു ഷാർപ്പ് ഫോക്കസ് ഉണ്ട്. അപ്പോൾ സെക്ഷൽ ഹെൽത്തിലൊരു ഷാർപ്പ് ഫോക്കസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഗോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2014. 2014 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രം. ഓക്കെ, സ്വാസ്ഥ്യ കാര്യക്രം. ഇങ്ങനൊരു ആൻസർ കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ആൻസർ ആയിരിക്കും. കിഷോർ ഉണ്ട് കേട്ടോ. രാഷ്ട്രീയ കിഷോർ എന്ന് ആലോചിക്കുക. രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രം. ഓക്കെ, രാഷ്ട്രീയ കിഷോർ ഉണ്ട്, സ്വാസ്ഥ്യ കാര്യക്രം ആ ആൻസറാണ് വരുന്നത്. 49ാമത്തെ ക്വസ്റ്റ്യൻ, Who amongst the following said that women's liberation is crucially concerned with the area of politics which is experienced as personal? Who amongst the following said that? ഇതിനകത്ത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? വുമൻസിൻ്റെ ലിബറേഷൻ എന്ന് പറയുന്നത് ക്രൂഷ്യലി കൺസേൺ ചെയ്യുന്നതാണ് വിത്ത് ദ ഏരിയ ഓഫ് പൊളിറ്റിക്സിൻ്റെ ഏരിയയിൽ വിച്ച് ഈസ് എക്സ്പീരിയൻസ്ഡ് ആസ് പേഴ്സണൽ. അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നുണ്ട്.
സോ 49ാമത്തേൻ്റെ ആൻസർ വരുന്നത് ജൂലിയറ്റ് മിച്ചലാണ് കേട്ടോ, ജൂലിയറ്റ് മിച്ചൽ. അപ്പോൾ ജൂലിയറ്റ് മിച്ചൽ എന്ന് പറഞ്ഞിട്ടൊരു ആൻസർ വന്നു കഴിഞ്ഞാൽ ആരാണ് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ജൂലിയറ്റ് മിച്ചലാണ് കേട്ടോ, ജൂലിയറ്റ് മിച്ചലാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനീഷ്യേറ്റഡ് May 28th ആസ് വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ മാനേജ്മെൻറ്റ് ഡേ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനീഷ്യേറ്റഡ് May 28th ആസ് വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ മാനേജ്മെൻറ്റ് ഡേ? ഇതിനകത്ത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് തുടക്കമിട്ടത് May 28 വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ മാനേജ്മെൻറ്റ് ഡേ ആയിട്ട്? ആൻസർ വരുന്നത് വാഷ് യുണൈറ്റഡ്, WASH യുണൈറ്റഡ് ആണ് കേട്ടോ. വാഷ് എന്ന് വായിക്കാൻ പറ്റും, വാഷ് യുണൈറ്റഡ്. വാഷ് എന്ന് ആലോചിക്കുക കേട്ടോ, കൈ കഴുകുന്ന അല്ലെങ്കിൽ വാഷ് ചെയ്യുന്നത് ആലോചിക്കുക. സോ മെൻസ്ട്രൽ ഹൈജീനൊക്കെ വന്നതുകൊണ്ട് അതിനകത്തൊരു വാഷ് വരുന്നുണ്ടെന്ന് ആലോചിക്കുക. ആൻസർ വരുന്നത് എന്താണ്? വാഷ് യുണൈറ്റഡ് ആണ് കേട്ടോ, വാഷ് യുണൈറ്റഡ്. 51ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്ലൈൻസ് ദ ക്രൂഡ് ബർത്ത് റേറ്റ്? ഇതിനകത്ത് ഇതിനകത്ത് ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്? ക്രൂഡ് ബർത്ത് റേറ്റ് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബർത്ത് പെർ 1000 ഓഫ് ദ പോപ്പുലേഷൻ പെർ ഇയർ ആണ് കേട്ടോ, നമ്പർ ഓഫ് ബർത്ത്സ് ആണ്. അപ്പോൾ ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബർത്ത്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻസറിനകത്ത് 3 ബർത്ത് പറയുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് നമ്പർ ഓഫ് ബർത്ത്സ് പെർ 1000 ഓഫ് ദ പോപ്പുലേഷൻ പെർ ഇയർ ആണ് കേട്ടോ, പോപ്പുലേഷൻ പെർ ഇയർ ആണ്. വുമണിൻ്റെ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് പെർ ഇയർ അല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? പോപ്പുലേഷനകത്ത് എത്രത്തോളം ബർത്ത്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വർഷത്തിലെ മൊത്തം പോപ്പുലേഷനിൽ എത്ര ബർത്തുകൾ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ്. നമ്പർ ഓഫ് ബർത്ത്സ് പെർ ഇയർ ആണ് കേട്ടോ, നമ്പർ ഓഫ് ബർത്ത്സ് പെർ 1000 ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ദ ഇയർ ആണ് എന്ത്? ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നതാണ്. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ ദ തേർഡ് വേവ് ഓഫ് ഫെമിനിസം? ഇതിനകത്ത് ഏതാണ് കറക്റ്റ് അല്ലാത്തത്? തേർഡ് വേവ് ഓഫ് ഫെമിനിസത്തിൻ്റെ തേർഡ് വേവിന് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് അല്ലാത്തത്? എംഫസിസ് ഓൺ ദ വുമൻസ് റൈറ്റ്സ് മൂവ്മെൻറ്റ്, എംഫസിസ് ഓൺ ദ വുമൻസ് റൈറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസേൺഡ് ഫോർ ദ തേർഡ് വേവ് ഓഫ് ഫെമിനിസം? ഇതിനകത്ത് ഏതാണ് തേർഡ് വേവ് ഓഫ് ഫെമിനിസമായിട്ട് കൺസിഡർ ചെയ്യാത്തത്, കറക്റ്റ് അല്ലാത്തത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, തേർഡ് വേവ് ഫെമിനിസത്തിന് നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? എംഫസിസ് എന്ന് തുടങ്ങുന്നതായിരിക്കും. എംഫസിസ് ഓൺ ദ വുമൻസ് റൈറ്റ് മൂവ്മെൻറ്റ്സ്. ഓക്കെ, വുമൻസ് റൈറ്റ് മൂവ്മെൻറ്റ്സിനുള്ള എംഫസിസ് ആണ് കേട്ടോ. എംഫസിസ് ഓൺ ദ വുമൻസ് റൈറ്റ് മൂവ്മെൻറ്റ്സ്, എംഫസിസ് ഓൺ ദ വുമൻസ് റൈറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫസ്റ്റ് വുമൺ അംബാസിഡർ ഓഫ് ഇന്ത്യ? ഇതിനകത്ത് ആരാണ് ആദ്യത്തെ വുമൺ അംബാസിഡർ ഓഫ് ഇന്ത്യ? ഹൂ ഈസ് ദ ഫസ്റ്റ് വുമൺ അംബാസിഡർ ഓഫ് ഇന്ത്യ? CB മുത്തമ്മയാണ് കേട്ടോ, CB മുത്തമ്മ. ഓക്കെ, മുത്തമ്മ എന്നാലോചിക്കുക, മുത്തമ്മ. ഓക്കെ, മുത്തമ്മ ഫസ്റ്റ് വുമൺ അംബാസിഡർ ഓഫ് ഇന്ത്യയാണ് CB മുത്തമ്മ. ഓക്കെ, വുമൺ അംബാസിഡറായിട്ട് ആരാണ് ഫസ്റ്റായിട്ട് ഇന്ത്യയിലുള്ളത്? CB മുത്തമ്മയാണ് കേട്ടോ, CB മുത്തമ്മ. ഓക്കെ, CB മുത്തമ്മ. ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ അമംഗ്സ് ദ ഫോളോയിങ് സെഡ് ദാറ്റ് അച്ചീവിങ് ജെൻഡർ ഇക്വാലിറ്റി റിക്വയേഴ്സ് ദ എൻഗേജ്മെൻറ്റ് ഓഫ് വുമൻ ആൻഡ് മെൻ, ഗേൾസ് ആൻഡ് ബോയ്സ്, ഇറ്റ് ഈസ് എവറി വൺ റെസ്പോൺസിബിലിറ്റി? ഇതിനകത്ത് ആരാണ് പറഞ്ഞത്? അച്ചീവിങ് ജെൻഡർ ഇക്വാലിറ്റി അച്ചീവ് ചെയ്യുന്നത് റിക്വയേഴ്സ് ദ എൻഗേജ്മെൻറ്റ് ഓഫ് ദ വുമൻ ആൻഡ് മെൻ, ഗേൾസ് ആൻഡ് ബോയ്സ്, ഇറ്റ് ഈസ് എവറി വൺസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത് ആരാണ്? Achieving gender equality requires the engagement of the women and men. Okay, girls and boys, it is everyone's responsibility. എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണത് എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ബാൻ കി മൂൺ ആണ്. ബാൻ കി മൂൺ ഉണ്ടെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ വരെയാണ്. ആര് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. അച്ചീവിങ് ജെൻഡർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ജെൻഡറിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മെൻസ്, ബോയ്സ്, ഗേൾസ്, വുമൻസ് ഒക്കെ പറഞ്ഞിട്ട് എവറി വൺസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് എന്താണ്? ഒരു 3 വരുന്ന ഒരു ആൻസറാണ് ബാൻ കി മൂൺ. ഓക്കെ, ബാൻ കി മൂൺ. ഓക്കെ, 55ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അവാർഡ് ഈസ് ബീങ് ഗിവൺ ടു എ സ്റ്റേറ്റ് ഓർ UT which has appreciably improved child sex ratio by the Ministry of Women and Child Development? Which of the following award? ഇതിനകത്ത് ഏത് അവാർഡാണ്?
കൊടുക്കപ്പെട്ടത് ടു ദ സ്റ്റേറ്റ് ഓർ UT വിച്ച് ഹാസ് അപ്രീഷിയബിളി ഇംപ്രൂവ്ഡ് ചൈൽഡ് സെക്സ് റേഷ്യോ ബൈ ദ മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് അവാർഡ് ഒരു സ്റ്റേറ്റ് അവാർഡ് കൊടുത്തിട്ടുണ്ട് UT വിച്ച് ഹാസ് അപ്രീഷിയബിളി ഇംപ്രൂവ്ഡ് ചൈൽഡ് സെക്സ് റേഷ്യോ ബൈ ദ മിനിസ്ട്രി ഓഫ് ദ വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അവാർഡ് ഏതാണ്? നാരി ശക്തി പുരസ്കാരമാണ് കേട്ടോ. നാരി ശക്തി പുരസ്കാരം. ഓക്കെ, നാരി ശക്തി പുരസ്കാരം. നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, അപ്പോൾ ശക്തി എന്ന് പറഞ്ഞാൽ നാരിയുടെ ശക്തി, നാരിയുടെ ശക്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു പുരസ്കാരമായിട്ട് കൊടുത്തതാണ്. അപ്പം അങ്ങനെ ആലോചിക്കുക കേട്ടോ. നാരി എന്ന് പറഞ്ഞിട്ടൊരു ആൻസർ ഉണ്ടാവും. നാരി ശക്തി പുരസ്കാരം. ഓക്കെ, അതാണ് എൻ്റെ ആൻസർ വരുന്നത്, നാരി ശക്തി പുരസ്കാരം. 56ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following organizations are associated with the HRD ministry? Which of the following organization are associated with the HRD ministry? ആൻസർ വരുന്നത് all of the above ആണ് കേട്ടോ. all of the above ആണ് ആൻസർ വരുന്നത്. ഇതിനകത്ത് ഏത് ഓർഗനൈസേഷനാണ് അസോസിയേറ്റഡ് വിത്ത് HRD മിനിസ്ട്രി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്? all of the above ആണ് കേട്ടോ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് HRD മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് all of the above ആണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഫെമിനിസ്റ്റ് തോട്ട് സജസ്റ്റ് ദാറ്റ് ജെൻഡർ ഇക്വാലിറ്റി ക്യാൻ ബി റിയലൈസ്ഡ് ബൈ എലിമിനേറ്റിംഗ് ദ കൾച്ചറൽ നോഷൻ ഓഫ് ജെൻഡർ? ഇതിനകത്ത് ഏത് ഫെമിനിസ്റ്റ് തോട്ടാണ് സജസ്റ്റ് ചെയ്യുന്നത് ജെൻഡർ ഇക്വാലിറ്റി ക്യാൻ ബി റിയലൈസ് ചെയ്യാൻ പറ്റും ബൈ എലിമിനേറ്റിംഗ് ദ കൾച്ചറൽ നോഷൻ ഓഫ് ജെൻഡറിൻ്റെ ഒരു കൾച്ചറൽ നോഷൻ എലിമിനേറ്റ് ചെയ്യുന്നതോടുകൂടി ഒരു ജെൻഡർ ഇക്വാലിറ്റി റിയലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഫെമിനിസ്റ്റ് തോട്ട് ഏത് ഫെമിനിസത്തിൻ്റെയാണ് എന്നാണ് ചോദിക്കുന്നത്? ആൻസർ വരുന്നത് റാഡിക്കൽ ഫെമിനിസമാണ്. അപ്പോൾ റാഡിക്കൽ ഫെമിനിസ്റ്റുകാർ പറയുന്നത് എന്താണ്? ജെൻഡർ ഇക്വാലിറ്റി നമ്മൾ റിയലൈസ് ചെയ്യാൻ പറ്റും ബൈ എലിമിനേറ്റിംഗ് ദ കൾച്ചറൽ നോഷൻ ഓഫ് ജെൻഡർ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരു ജെൻഡർ ഇക്വാലിറ്റീനെ റിയലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. റാഡിക്കൽ ഫെമിനിസമാണ്. ഓക്കെ, റാഡിക്കൽ ഫെമിനിസം ആലോചിക്കുക. റാഡിക്കൽ ഫെമിനിസ്റ്റുകളാണ് അങ്ങനെ പറയുന്നത്. ജെൻഡർ ഇക്വാലിറ്റി റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? കൾച്ചറൽ നോഷനെ എലിമിനേറ്റ് ചെയ്യുന്നതോടുകൂടിയാണ്. ഓക്കെ, ജെൻഡറിൽ വരുന്ന ഒരു കൾച്ചറൽ നോഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നതോടുകൂടിയാണ് നമുക്കൊരു ജെൻഡർ ഇക്വാലിറ്റി കിട്ടുന്നത് എന്നാണ് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, 58ാമത്തെ ക്വസ്റ്റ്യൻ. Among the following women whose name is closely associated with the Central Social Welfare Board? Among the following women whose name is closely associated with the Central Social Welfare Board? ആൻസർ വരുന്നത് ദുർഗാബായ് ദേശ്മുഖ് ആണ് കേട്ടോ. ദുർഗാബായ് ദേശ്മുഖ്. Among the following women whose name is closely associated with the Central Social Welfare Board എന്ന് പറയുന്നത് ദുർഗാബായ് ദേശ്മുഖ് ആണ്. ദുർഗാബായ് ദേശ്മുഖ്. 59ാമത്തെ ക്വസ്റ്റ്യൻ. ജർമൻ ഗ്രിയർ കോയിൻഡ് ദ ടേം ഫീമെയിൽ യൂണിച്ച് ടു ഡിസ്ക്രൈബ്. ജർമൻ ഗ്രിയർ കോയിൻഡ് ദ ടേം ഫീമെയിൽ യൂണിച്ച് ടു ഡിസ്ക്രൈബ് castration of women by the aspect of patriarchy. Castration of women by the aspects of patriarchy. ആൻസർ വരുന്നതാണ് castration of women by the aspects of patriarchy. ജർമ്മൻ ഗ്രിയർ കോയിൻഡ് ദ ടേം എന്നൊക്കെ പറഞ്ഞിട്ട് ഫീമെയിൽ യൂണിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കാണുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? കാസ്ട്രേഷൻ എന്ന് തുടങ്ങുന്നതായിരിക്കും. സി വെച്ചാണ് തുടങ്ങുന്നത് കേട്ടോ. കാസ്ട്രേഷൻ ഓഫ് വുമൻ ബൈ ദ ആസ്പെക്ട്സ് ഓഫ് പെട്രിയാർക്കി എന്നുണ്ടാവും അതിൻ്റെ ആൻസറിൽ. ഓക്കെ, ആസ്പെക്ട്സ് ഓഫ് പെട്രിയാർക്കി, കാസ്ട്രേഷൻ ഓഫ് വുമൻ ബൈ ദ ആസ്പെക്ട്സ് ഓഫ് പെട്രിയാർക്കി. ഓക്കെ, 60ാമത്തെ ക്വസ്റ്റ്യൻ. The first research center for women was established in 1974. The first research center for women was established in the 1974. SNDT Women's University ആണ് കേട്ടോ. SNDT Women's University ആണ് 1974 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് സെൻറ്റർ ഫോർ വുമൻ. ഓക്കെ, SNDT Women's University ആണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ. ആശ ഡിനോട്ട് ചെയ്യുന്നത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ് കേട്ടോ. അക്രഡിറ്റഡ് ആണ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ്. ഓക്കെ, അക്രഡിറ്റഡ് എന്ന് ആലോചിക്കുക. അക്രഡിറ്റഡ് 2 ഓപ്ഷൻസ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ അക്രഡിറ്റഡ് ആണെന്ന് ആലോചിക്കുക, സോഷ്യൽ ഹെൽത്ത് ആണെന്ന് ആലോചിക്കുക, അസോസിയേഷൻ അല്ല, ആക്ടിവിസ്റ്റ് ആണ്. ഓക്കെ, 62ാമത്തെ ക്വസ്റ്റ്യൻ. സ്വദാർ ഈസ് എ പ്രോഗ്രാം റിലേറ്റഡ് ടു.
Swadhar is a program related to program for women in difficult circumstances. പ്രോഗ്രാം ഫോർ വുമൻ ഇൻ ദ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ് ആണ്. സ്വാധാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം റിലേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാം ഫോർ വുമൻ ഇൻ ദ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ്, ഒരു സ്ത്രീകളുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള സർക്കംസ്റ്റൻസിൽ വരുന്ന പ്രശ്നങ്ങളുടെ ഒരു പ്രോഗ്രാമാണ് സ്വധാർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഗ്രാം ഫോർ വുമൻ ഇൻ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ്. ഓക്കെ, 63ാമത്തെ ക്വസ്റ്റ്യൻ. കോൺഷ്യസ്നെസ് റേസിംഗ് ഈസ് എ മേജർ അജണ്ട ഡിസ്കസ്ഡ് ബൈ. Consciousness raising is a major agenda discussed by postmodernist ആണ് കേട്ടോ. കോൺഷ്യസ്നെസ് റേസിംഗ് ഈസ് എ മേജർ അജണ്ട ഡിസ്കസ്ഡ് ബൈ പോസ്റ്റ് മോഡേണിസ്റ്റ് തിയറിയാണ് അത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കോൺഷ്യസ്നെസ് റേസിംഗ് എന്ന് പറയുന്ന ഒരു മേജർ അജണ്ട ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ് മോഡേണിസ്റ്റ് തിയറിയാണ്. പോസ്റ്റ് മോഡേണിസ്റ്റ്. ഓക്കെ, കോൺഷ്യസ്നെസ് റേസിംഗ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? പോസ്റ്റ് മോഡേണിസ്റ്റ് ആണ് കേട്ടോ. 64ാമത്തെ ക്വസ്റ്റ്യൻ. പാരിവാരിക് മഹിള ലുക്ക് അഡാലറ്റ്സ് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ 1996 ബൈ. പാരിവാരിക് മഹിള ലോക് അഡാലറ്റ്സ് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ 1996 ബൈ ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണ്. ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണ് 1996 പാരിവാരിക് മഹിള ലോക് അഡാലറ്റ്സ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. പാരിവാരിക് മഹിള ലോക് അഡാലറ്റ്സ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് ആരാണ്? ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണ്. ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണ് 1996. 65ാമത്തെ ക്വസ്റ്റ്യൻ. Women are highly concentrated in low-paying job and that exemplifies. Women are highly concentrated in low-paying jobs and that exemplifies institutional sexism ആണ് അല്ലേ? അത് നമുക്ക് എക്സാമ്പിൾ ചെയ്യുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്സിസത്തിനെയാണ് അല്ലേ? നമ്മൾ വുമൻസ് ആർ ഹൈലി കോൺസെൻട്രേറ്റഡ് ഇൻ ലോ പേയിങ് ജോബ്സ്. നമുക്ക് ജോബ്സിന് ലോ ആയിട്ടാണ് കൊടുക്കപ്പെടുന്നത്, സാലറി കൊടുക്കപ്പെടുന്നത്. അത് എക്സംപ്ലിഫൈ ചെയ്യുന്നത് എന്തിനെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്സിസമാണ്. അതല്ലേ, ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്സിസമാണ്. ഓക്കെ, ആൻസർ വരുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്സിസം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു സെക്സിൻ്റെ പേരിലുള്ള ഒരു വിവേചനമാണത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്സിസം. 66ാമത്തെ ക്വസ്റ്റ്യൻ. സർവ ശിക്ഷ അഭിയാൻ SSA was launched in the 9th 5-year plan to യൂണിവേഴ്സലൈസേഷൻ ഓഫ് ദ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ആണ്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് ദ എലിമെൻ്ററി എഡ്യൂക്കേഷൻ. സർവ ശിക്ഷ അഭിയാൻ SSA was launched in the 9th 5-year plan. അതായത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ് അത്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സലൈസേഷൻ ഓഫ് ദ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ആണ്. ഒരു എലിമെൻ്ററി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സലൈസേഷൻ ആണ് കേട്ടോ അതിനുകൊണ്ട് അർത്ഥമാക്കുന്നത്. 67ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ഫോർ കാൽക്കുലേറ്റിംഗ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഇൻഡിക്കേറ്റർ ഫോർ കാൽക്കുലേറ്റിംഗ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്? ഇതിനകത്ത് ഏതാണ് അല്ലാത്തത്, ഒരു ഇൻഡിക്കേറ്റർ അല്ലാത്തത് ഫോർ കാൽക്കുലേറ്റിംഗ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്? ആൻസർ വരുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ഫോർ കാൽക്കുലേറ്റിംഗ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒരു ഇൻഡിക്കേറ്റർ അല്ലാത്തത് കാൽക്കുലേറ്റിംഗ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ അല്ലാത്തതിനകത്ത് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ് കേട്ടോ. ആൻസർ വരുന്നത് എന്താണ്? പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇനി 68ാമത്തെ ക്വസ്റ്റ്യൻ. എനിവൺ who knows anything of history knows that great social changes are impossible without feminine ferment. Social position of women can be measured exactly by the social position of fair sex. Who among the following made the statement? കാൾ മാക്സ് ആണ് കേട്ടോ. ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ഫെമിനൈൻ ഫെർമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് കാൾ മാക്സ് ആണ് കേട്ടോ. കാൾ മാക്സ് ആണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ. ഹു ഡിസ്ക്രൈബ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫെമിനിസ്റ്റ് തിയറി ആസ് ഹാവിങ് 3 phases? ആരാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫെമിനിസ്റ്റ് തിയറി ആസ് ഹാവിങ് 3 phases? ഫെമിനിസ്റ്റ് ക്രൈറ്റിക്, ഗൈനോ ക്രിറ്റിസിസം ആൻഡ് ജെൻഡർ തിയറി. ഈ 3
ഫേസസിലൂടെ പറയുന്നത്. അതായത് ആരാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് ഫെമിനിസ്റ്റ് തിയറി. ഫെമിനിസ്റ്റ് തിയറിയുടെ ഡെവലപ്മെൻറ്റ് 3 ഫേസിലൂടെയാണെന്നുള്ളത് ആരാണ് പറയുന്നത്? ഈ 3 ഫേസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫെമിനിസ്റ്റ് ക്രിട്ടിക്, ഗൈനോ ക്രിറ്റിസിസം ആൻഡ് ജെൻഡർ തിയറി. ഇത് പറയുന്നത് എലൈൻ ഷോവാൾട്ടർ ആണ്. എലൈൻ ഷോവാൾട്ടർ ആണ് കേട്ടോ. എലൈൻ ഷോവാൾട്ടർ. ഒരു ഷോയൊക്കെ ഉള്ളൊരു ആൻസറാണ് ഷോ ആൾട്ടർ. ഓക്കെ, എലൈൻ ഷോവാൾട്ടർ എന്ന് പറഞ്ഞൊരു ആൻസർ കാണുകയാണെങ്കിൽ ഫെമിനിസ്റ്റിനെ പറ്റിയിട്ട് 3 ഫേസസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആൻസർ വരുന്നത് എന്താണ്? എലൈൻ ഷോവാൾട്ടർ ആണ്. എലൈൻ ഷോവാൾട്ടർ. 70ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബുക്ക് സെക്ഷൽ പൊളിറ്റിക്സ് ഈസ് റിട്ടൺ ബൈ കാറ്റെ മില്ലറ്റ് ആണ്. ദ ബുക്ക് സെക്ഷൽ പൊളിറ്റിക്സ് ഈസ് റിട്ടൺ ബൈ കാറ്റെ മില്ലറ്റ് ആണ് കേട്ടോ. സെക്ഷൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എഴുതപ്പെട്ടത് ആരാണ്? സെക്ഷൽ പൊളിറ്റിക്സ് എഴുതിയത് കാറ്റെ മില്ലറ്റ് ആണ്. കേറ്റ് മില്ലറ്റ്. ഓക്കെ, കേറ്റ് മില്ലറ്റ്. സെക്ഷൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആൻസർ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ അതിന് ആൻസർ വരുന്നതാണ് കേറ്റ് മില്ലറ്റ് ആണ്. കേറ്റ് മില്ലറ്റ്. ഓക്കെ, കേറ്റ് മില്ലറ്റ്. 71ാമത്തെ ക്വസ്റ്റ്യൻ. വുമൺ സ്റ്റഡീസ് ഈസ് എ ഡിസിപ്ലിൻ ദാറ്റ് അഡ്വക്കേറ്റ്സ്. വുമൺ സ്റ്റഡീസ് ഒരു ഡിസിപ്ലിനാണ്. അത് അഡ്വക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ആൻ ഇഗാലിറ്റേറിയൻ ഹ്യൂമൻ സൊസൈറ്റി. ഇഗാലിറ്റേറിയൻ ഹ്യൂമൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് അഡ്വക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. വുമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനാണ്. അത് അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഇഗാലിറ്റേറിയൻ ഹ്യൂമൻ സൊസൈറ്റിനെയാണ് അത് അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഇഗാലിറ്റേറിയൻ ഹ്യൂമൻ സൊസൈറ്റി. ഓക്കെ, അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ വുമൻ സ്റ്റഡീസിൻ്റെ ഡിസിപ്ലിൻ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന് ആൻസർ വരുന്നത് എന്താണ്? ഇഗാലിറ്റേറിയൻ ഹ്യൂമൻ സൊസൈറ്റി ആണെന്ന്. ഓക്കെ, 72ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് പയനീർ ഇൻ ഡെവലപ്പിംഗ് ജെൻഡർ സെൻസിറ്റീവ് ബഡ്ജറ്റ് ഇനിഷ്യേറ്റീവ്? Which one of the following is pioneer in developing gender sensitive budget initiative? ഓസ്ട്രേലിയ ആണ് വരുന്നത്. ഓസ്ട്രേലിയ. ഇതിനകത്ത് ഏതാണ് ഒരു പയനീർ ഇൻ ഡെവലപ്പിംഗ് ജെൻഡർ സെൻസിറ്റീവ് ബഡ്ജറ്റ് ഇനിഷ്യേറ്റീവ്? ഒരു ജെൻഡർ സെൻസിറ്റീവ് ബഡ്ജറ്റ് ഇനിഷ്യേറ്റീവ് ആയിട്ട് വരുന്നത് ഇതിനകത്ത് ഏതാണ്? ഏത് കൺട്രിയാണ്? ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഓസ്ട്രേലിയക്കകത്താണ് ഡെവലപ്പിംഗ് ജെൻഡർ സെൻസിറ്റീവ് ബഡ്ജറ്റ് ഇനീഷ്യേറ്റീവ് വരുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓക്കെ, 73ാമത്തെ ക്വസ്റ്റ്യൻ. വുമൻസ് കോമ്പണൻറ്റ് പ്ലാൻ വാസ് ഇനീഷ്യേറ്റഡ് ഇൻ വിച്ച് 5-year പ്ലാൻ? വുമൻ കോമ്പണൻറ്റ് പ്ലാന് ഏത് 5-year പ്ലാനിലാണ് ഇനീഷ്യേറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. വുമൻസ് കോമ്പണൻറ്റ് പ്ലാനിനെ ഇനീഷ്യേറ്റ് ചെയ്തത് ഏത് 5-year പ്ലാനിനകത്താണ്? ഏത് പഞ്ചവത്സര പദ്ധതി പ്ലാനിനകത്താണെന്നാണ് ചോദിക്കുന്നത്. 9ാമത്തേതാണ് കേട്ടോ. 9th 5-year പ്ലാനിനകത്താണ് വുമൻസ് കോമ്പണൻറ്റ് പ്ലാനിനെ ഇനീഷ്യേറ്റ് ചെയ്തത്. 9th 5-year പ്ലാൻ. അത് ആലോചിച്ച് വെക്കുക. 9th 5-year പ്ലാനിനകത്താണ് വുമൻ കോമ്പണൻറ്റ് പ്ലാനിനെ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 74ാമത്തെ ക്വസ്റ്റ്യൻ. മാർക്ക് ദ ഇൻകറക്റ്റ് ആൻസർ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ആസ് ഡിഫൈൻഡ് ഇൻ വിശാഖ ജഡ്ജ്മെൻറ്റ്. Mark the incorrect answer of sexual harassment as defined in Vishaka judgment. Extending invitation ആണ്. Okay. Mark the incorrect answer of sexual harassment as defined in Vishaka judgment. Vishaka judgmentനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മാർക്ക് ദ ഇൻകറക്റ്റ് ആൻസർ എന്നാണ് പറയുന്നത്. ആൻസർ വരുന്നത് എക്സ്റ്റെൻഡിങ് ഇൻവിറ്റേഷൻ ആണ്. എക്സ്റ്റെൻഡിങ് ഇൻവിറ്റേഷൻ. സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ഇൻകറക്റ്റ് ആൻസർ പിക്ക് ചെയ്യാൻ പറയാണ്, മാർക്ക് ചെയ്യാൻ പറയാണ്. ഓക്കെ, ഡിഫൈൻഡ് വിശാഖ ജഡ്ജ്മെൻറ്റിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന് ആൻസർ വരുന്നത് എന്താണ്? എക്സ്റ്റെൻഡിങ് ഇൻവിറ്റേഷൻ. എക്സ്റ്റെൻഡിങ് ഇൻവിറ്റേഷൻ ആണ് കേട്ടോ. 75ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഡിക്ലെയേഴ്സ് നാഷണൽ ഹോളിഡേ ഓൺ വുമൻസ് ഡേ? ഏത് കൺട്രിയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് നാഷണൽ ഹോളിഡേ ഓൺ വുമൻസ് ഡേ? വുമൻസ് ഡേൻ്റെ അന്ന് ഒരു നാഷണൽ ഹോളിഡേ കൊടുക്കുന്നത് ഏത് കൺട്രിയാണെന്നാണ് ചോദിക്കുന്നത്. റഷ്യയാണ് കേട്ടോ. റഷ്യയാണ് നാഷണൽ ഹോളിഡേ ഓൺ വുമൻസ് ഡേ. ഓക്കെ, നാഷണൽ ഹോളിഡേ കൊടുക്കുന്നത് റഷ്യക്കകത്താണ്. ഓക്കെ, 76ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ വാസ്? ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ വാസ് ജയന്തി പട്നായിക് ആണ്. ജയന്തി പട്നായിക് ആണ് കേട്ടോ. ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ. നാഷണൽ കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജയന്തി പട്നായിക് ആണ്. പട്നായിക്. ഓക്കെ, അപ്പോൾ ആൻസർ ഓർത്ത് വെക്കാൻ ജയന്തി എന്ന് പറഞ്ഞാൽ പട്നായിക് എന്ന് പറഞ്ഞൊരു ആൻസർ ആയിരിക്കും. പട്നായിക്. ഓക്കെ, ചെയർപേഴ്സൺ നാഷണൽ കമ്മീഷൻ ഓഫ് ഫോർ വുമൻ വാസ് ജയന്തി പട്നായിക് ആണ് കേട്ടോ.
77ാമത്തെ ക്വസ്റ്റ്യൻ, ഹു റെക്കമെൻഡഡ് കോ എഡ്യൂക്കേഷൻ ആസ് ദ ജനറൽ പാറ്റേൺ അറ്റ് ദ എലിമെൻ്ററി സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ? ആരാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് കോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ പാറ്റേൺ അറ്റ് ദ എലിമെൻ്ററി സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഹു റെക്കമെൻഡഡ് കോ എഡ്യൂക്കേഷൻ ആസ് ദ ജനറൽ പാറ്റേൺ അറ്റ് ദ എലിമെൻ്ററി സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ? ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കോ എഡ്യൂക്കേഷൻ ആസ് ദ ജനറൽ പാറ്റേൺ അറ്റ് ദ എലിമെൻ്ററി സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ദ ഹൻസ മെഹ്ത്ത കമ്മിറ്റിയാണ്. ഹൻസ മെഹ്ത്ത കമ്മിറ്റി. ഹൻസ മെഹ്ത്ത കമ്മിറ്റി എന്ന് പറഞ്ഞുള്ള ആൻസർ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ വരുന്നത്. ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കോ എഡ്യൂക്കേഷൻ ആസ് ദ ജനറൽ പാറ്റേൺ അറ്റ് ദ എലിമെൻ്ററി സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹൻസ മെഹ്ത്ത കമ്മിറ്റിയാണ് കേട്ടോ. ഹൻസ മെഹ്ത്ത കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മിറ്റി ഒരു ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് എന്തായിരിക്കും? ദ ഹൻസ മെഹ്ത്ത കമ്മിറ്റി. ഓക്കെ, ദ ഹൻസ മെഹ്ത്ത കമ്മിറ്റി. ഓക്കെ, റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ പാറ്റേൺ അല്ലെങ്കിൽ എലിമെൻ്ററി സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ദ ഹൻസ മെഹ്ത്ത കമ്മിറ്റിയാണ്. 78ാമത്തെ ക്വസ്റ്റ്യൻ, ടെമ്പറൻസ് മൂവ്മെൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ടെമ്പറൻസ് മൂവ്മെൻറ്റ് എന്നൊരു ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നതാണ് പ്രോഹിബിഷൻ ഓഫ് ലിക്വർ ആണ്. പ്രോഹിബിഷൻ ഓഫ് ലിക്വർ. പ്രോഹിബിഷൻ ഓഫ് ലിക്വർ ആണ് കേട്ടോ. ടെമ്പറൻസ് മൂവ്മെൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രോഹിബിഷൻ ഓഫ് ലിക്വർ ആണ് കേട്ടോ. ടെമ്പറൻസ് മൂവ്മെൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രോഹിബിഷൻ ഓഫ് ലിക്വർ. പ്രോഹിബിഷൻ ഓഫ് ലിക്വർ ആണ് കേട്ടോ. 79ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻകോർപ്പറേഷൻ ഓഫ് വുമൻ ഇൻ ടു കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ ഡസ് നോട്ട് നെസസറിലി മേക്ക് ദം സോഷ്യലി വിസിബിൾ. ഹു എമംഗ് ദ ഫോളോയിങ് സെറ്റ് ദിസ്? ദ ഇൻകോർപ്പറേഷൻ ഓഫ് വുമൻ ഇൻ ടു കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ. Incorporation of women into commercial agriculture does not necessarily make them socially visible. Who among the following said this? ആൻസർ വരുന്നത് വാണ്ടന ശിവയാണ്. വാണ്ടന ശിവ. ഓക്കെ, വന്ദന ശിവയാണ് കേട്ടോ, വാണ്ടനയല്ല, വന്ദന ശിവ. ദ ഇൻകോർപ്പറേഷൻ ഓഫ് വുമൻ ഇൻ ടു കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ. The incorporation of women into commercial agriculture does not necessarily make them social visible. അതായത് വുമണ് ഒരു കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചറിനെ ഒരിക്കലും ഇൻകോർപ്പറേഷൻ ഓഫ് ദ വുമൺ ഇൻ ടു ഒരു കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചറിലുള്ള വുമൻസിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡസ് നോട്ട് നെസസറിലി മേക്ക് ദം സോഷ്യലി വിസിബിൾ. ഹു എമംഗ് ദ ഫോളോയിങ് സെറ്റ് ദിസ്? ഇതിനകത്ത് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ വന്ദന ശിവയാണ്. വന്ദന എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. ശിവയാണ്. ഓക്കെ, ശിവ, വന്ദന ശിവ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, 80ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സ്കൂൾ ഓഫ് ഫെമിനിസ്റ്റ് ക്വസ്റ്റ്യൻഡ് ദ കൺസെപ്റ്റ് ഓഫ് നാച്ചുറൽ ഓർഡർ ഓർ ബയോളജിക്കൽ സ്റ്റാറ്റസ് കോ? വിച്ച് സ്കൂൾ ഓഫ് ഫെമിനിസ്റ്റ്? ഇതിനകത്ത് ഏത് സ്കൂൾ ഓഫ് ഫെമിനിസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ദ കൺസെപ്റ്റ് ഓഫ് നാച്ചുറൽ ഓർഡറിൻ്റെ കൺസെപ്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇതിനകത്ത് ഏത് സ്കൂൾ ഓഫ് ഫെമിനിസ്റ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ബയോളജിക്കൽ സ്റ്റാറ്റസ്. നാച്ചുറൽ ഓർഡറിനെയോ അല്ലെങ്കിൽ ബയോളജിക്കൽ സ്റ്റാറ്റസിനെയോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇതിനകത്ത് ഏത് ഫെമിനിസ്റ്റാണ്, സ്കൂൾ ഓഫ് ഫെമിനിസമാണ് എന്നാണ് ചോദിക്കുന്നത്. റാഡിക്കൽ ഫെമിനിസമാണ് കേട്ടോ. റാഡിക്കൽ ഫെമിനിസ്റ്റാണ് ഇതിനകത്ത് നാച്ചുറൽ ഓർഡറിനെയും അതുപോലെ തന്നെ ബയോളജിക്കൽ സ്റ്റാറ്റസിനെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് റാഡിക്കൽ ഫെമിനിസ്റ്റുകളാണ്. ഓക്കെ, റാഡിക്കൽ ഫെമിനിസമാണ് ഇതിന് ആൻസർ വരുന്നത്. ഒരു ഫെമിനിസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ ഓർഡറിനെയോ ബയോളജിക്കൽ സ്റ്റാറ്റസിനെയോ ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്ന ഏതാണ്? റാഡിക്കൽ ഫെമിനിസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും എക്സാംസിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.